പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി, അദ്ദേഹം ഇപ്പോൾ ഉത്തർപ്രദേശിലെ മധുരയിലാണുള്ളത്. മധുര നിങ്ങൾക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണെന്ന്. 1944 ബാബുജി മഹാരാജിന് പ്രകാശ ലോകത്തുനിന്ന് ലഭിച്ച ചില സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് 4 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് 1944 എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രകാശ ലോകത്തുനിന്നുള്ള ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യു പിയിലെ ഈ മധുരയ്ക്കടുത്തുള്ള ചില സ്ഥലങ്ങൾ ബാബുജി മഹാരാജ് കണ്ടുപിടിക്കുകയുണ്ടായി. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം, അദ്ദേഹത്തിൻ്റെ അന്തിമ സംസ്കാരം നടന്ന സ്ഥലം, അതുപോലെ രാധാകുഞ്ച്, ശ്യാം കുഞ്ച്, രാധയും കൃഷ്ണനും ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സ്ഥലം, ഗോവർദ്ധനം നമുക്കറിയാം. ഇതൊക്കെ ബാബുജി മഹാരാജ് കണ്ടെത്തുകയുണ്ടായി. അതെല്ലാം ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞില്ലേ, വളരെയധികം നശിപ്പിക്കപ്പെട്ട രൂപത്തിലായിരുന്നു. പിന്നീട് പ്രകാശ ലോകത്ത് നിന്ന് തന്നെ ബാബുജി മഹാരാജ് ദാജിയോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഈ സ്ഥലങ്ങളെല്ലാം ആത്മീയമായിട്ട് ചാർജ് ചെയ്ത് പുനരുദ്ധാരണം നടത്തണമെന്ന് ബാബുജി ദാജിയോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാർട്ട്ഫുൾനെസ് ഇപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാസ്റ്റർ ഇപ്പോൾ മധുരയിലുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ധർമ്മത്തെക്കുറിച്ച് പറയാതെ സാധ്യമല്ല. കാരണം ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ധർമ്മം നശിക്കുമ്പോഴും അധർമ്മം പെരുകുമ്പോഴും ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നതാണ്. അപ്പോൾ ധർമ്മ സംസ്ഥാപനമാണ് അവതാരങ്ങളുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദാജി ഇപ്പോൾ ധർമ്മം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മം തന്നെയാണ് അതിൻ്റെ പേര്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം മധുരയിൽ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് എല്ലാ ആത്മീയ അന്വേഷകരും അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് ധർമ്മം എന്നുള്ളത് ചിന്തിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കാവുന്നതാണ്. എന്താണ് ദാജി ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്നും നമ്മൾ ഗ്രഹിച്ച വസ്തുതകൾ എന്താണെന്നുള്ളതും ഒരു താരതമ്യ പഠനത്തിന് അത് സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായി. സാധാരണ എനിക്ക് ധർമ്മം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക മതങ്ങളാണ്. ഹിന്ദു ധർമ്മം, ക്രിസ്തുമത ധർമ്മം, ഇസ്ലാം ധർമ്മമൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ധർമ്മം ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, മതങ്ങളൊക്കെ ഇന്ന് പരിശീലിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ
വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ്. ഓരോ മതത്തിനും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അതുകൊണ്ട് തന്നെ അതൊക്കെ വേറെ വേറെയാണ്. അപ്പോൾ നമ്മളെ അത് വേറെ വേറെ ആക്കി മാറ്റുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് മതങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളിലാണ്. അതും ഒരേ മതത്തിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിലാണ് കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാനും ഇസ്രായേലും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള യുദ്ധമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ഷിയ സുന്നി തമ്മിലുള്ള യുദ്ധങ്ങൾ വർഷങ്ങളായിട്ട് തുടരുകയാണ്. ഇപ്പോഴും അതിനൊരു പരിഹാരമായിട്ടില്ല. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്, മതം നമ്മളെ വിഭജിക്കുന്നു. റിലീജിയൻ ഡിവൈഡ്സ്, സ്പിരിച്വാലിറ്റി യുണൈറ്റ്സ് എന്ന് പറയുന്നത്. മതം നമ്മളെ വിഭജിക്കുന്നു, ആത്മീയത നമ്മളെ ഒന്നിച്ചു ചേർക്കുന്നു. പിന്നീട് ഒരു സ്റ്റെപ്പ് കടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈശ്വരന് മതമില്ല. നമുക്കെല്ലാവർക്കും അംഗീകരിക്കാവുന്ന വസ്തുതയാണല്ലോ. അടുത്ത പ്രസ്താവന, ഒരു മതത്തിലും ഈശ്വരനില്ല എന്ന്. ഈശ്വരനെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലാണ് അന്വേഷിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു. അപ്പോൾ മതങ്ങൾ നമ്മളെ വിഭജിക്കുന്നതാണ്. അത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം വരുന്നത്. അപ്പോൾ ധർമ്മം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ധർമ്മം എല്ലാവർക്കും ഒന്നാണ്, അതിന് വ്യത്യാസമില്ല. ധർമ്മം എന്നുള്ള വാക്ക് എന്താണ്? ധർമ്മം എന്ന് വെച്ചാൽ, ധർമ്മം എന്നുള്ള വാക്കുണ്ട്, സംസ്കൃത വാക്ക്. അത് 3 ധാതുക്കൾ ചേർന്നാണ്. ധ, എർ, മ എന്നതാണ് 3 ധാതുക്കൾ. അതിൽ ധ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബോധം, വേർതിരിവ്, ബുദ്ധി, വിവേചനം എന്നൊക്കെയാണ് അർത്ഥം. ധ്യാനത്തിലും ധ എന്നുള്ള വാക്കുണ്ട്. ഗായത്രി മന്ത്രത്തിലുണ്ട്, ധീമഹി ധിയോ യോ ന പ്രചോദയ. അപ്പോൾ ധ എന്ന് പറഞ്ഞാൽ വേർതിരിവ്, ബോധം, വിവേചനം എന്നൊക്കെ അർത്ഥം. എർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വം എന്നാണ്, പ്രിൻസിപ്പിൾ. മ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക. അപ്പോൾ വേർതിരിവ് എന്നുള്ള തത്വം ഇല്ലാതെയാക്കുക എന്നാണ് ധർമ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എന്താണ് ഈ വേർതിരിവ്? ഇത് മനുഷ്യൻ, ഇത് മൃഗം, ഇത് വൃക്ഷം, ഇത് ആകാശം, ഇത് ഭൂമി, അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള വേർതിരിവും ഇല്ലാതെ ഇതിൻ്റെ എല്ലാം ആന്തരിക സത്ത എന്ന് പറയുന്നത് ദിവ്യത്വമാണ്, ആത്മാവാണ്, അതൊന്നാണ് എന്ന് തിരിച്ചറിയുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേർതിരിവ് എന്നുള്ള തത്വം ഇല്ലാതാക്കുക എന്നാണ് ധർമ്മം. അപ്പോൾ നമ്മുടെ നിലനിൽപ്പാണത്. അതുകൊണ്ട് തന്നെ ധർമ്മത്തിന് ദാറ്റ് വിച്ച് സസ്റ്റെയിൻസ് പറയും. എന്താണോ നമ്മളെ നിലനിർത്തുന്നത് അതാണ് ധർമ്മം. നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന എല്ലാം അധർമ്മമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ധർമ്മം എല്ലാവർക്കും ഒരുപോലെയാണ്, വ്യത്യാസമില്ല. ഇനി ധർമ്മത്തെക്കുറിച്ച് തലനാരിഴ കീറി പരിശോധിക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ്, നമുക്കറിയാം, മഹാഭാരതം. ഇതിഹാസം എന്നാണ് അതിന് പറയാം. ഇപ്രകാരം സംഭവിച്ചത് എന്നാണ്. ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇപ്പോഴും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്നാണ് അതിൻ്റെ ചുരുക്കം. ഇതിഹാസം, ഇപ്രകാരം സംഭവിച്ചത്. അപ്പോൾ അത് ധർമ്മത്തിനെ വളരെയധികം തലനാരിഴ കീറി പരിശോധിക്കുന്ന ഗ്രന്ഥമാണ്. പ്രധാനപ്പെട്ട 565 കഥാപാത്രങ്ങളുണ്ട്, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. പല കഥാപാത്രങ്ങൾക്കും പല സന്ദർഭങ്ങളിലും അവർ ധർമ്മസങ്കടത്തിൽ പോയി പെടും. ധർമ്മസംഘട്ടനം എന്താണ് ധർമ്മത്തിൻ്റെ യഥാർത്ഥ മുഖം എന്ന് പല കഥാപാത്രങ്ങൾക്കും മനസ്സിലാവാതെ അവർ ഒരു ധർമ്മ
സംഘർഷത്തിൽ പെടുന്ന സാഹചര്യങ്ങൾ മഹാഭാരതത്തിൽ ധാരാളമുണ്ട്. പുറത്തു നോക്കുമ്പോൾ നമ്മൾ ധാർമ്മികരാന്ന് തോന്നും. ഉദാഹരണത്തിന് ഭീഷ്മ പിതാമഹൻ, അദ്ദേഹം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മഹാധാർമ്മികനാണെന്നാണ് മിക്കവാറും ആളുകളുടെ ധാരണ. പക്ഷേ യുദ്ധം വന്ന സമയത്ത് അദ്ദേഹം കൗരവന്മാരുടെ ഭാഗത്ത് നിന്നിട്ടാണ് യുദ്ധം ചെയ്യുക. പാണ്ഡവന്മാരുടെ ഭാഗത്താണ് ധർമ്മം. എന്തുകൊണ്ടാണ്? അവിടെയാണ് ധർമ്മപുത്രരുള്ളത്. ധർമ്മത്തിൻ്റെ പുത്രനാണ് ഈ യുദ്ധം നയിക്കുന്നത്. മാത്രമല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും ഭീഷ്മ പിതാമഹന് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പാരമ്പര്യധർമ്മം അനുസരിച്ച് കൗരവന്മാരുടെ ഭാഗത്തു നിന്ന് യുദ്ധം ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് ധരിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും അദ്ദേഹം പറയണത് അനുസരിക്കുക. എന്താ കാരണം? അസാധ്യമായ ശക്തിമാനും കൂടിയാണ്. ഇപ്പം മഹാശക്തിമാന്മാരായിട്ടുള്ള ആൾക്കാർ അധർമ്മത്തിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ എന്തു ചെയ്യും? ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അസാധ്യമായ ശക്തിയുള്ള ആളുകൾ അധാർമികരും കൂടിയാവുമ്പോൾ ലോകത്തിൻ്റെ സ്ഥിതി എന്താവും? അപ്പോൾ 6000 വർഷങ്ങൾക്ക് മുമ്പേ ഇതുണ്ടായിരുന്നു. ഭീഷ്മ പിതാമഹൻ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. എന്നാൽ പ്രഥമ ദൃഷ്ടി അത് മനസ്സിലാവില്ല. അപ്പം ആർക്കും ഇദ്ദേഹം ചെയ്യുന്ന അധർമ്മ എന്ന് പറയാനുള്ള ധൈര്യമില്ല. കാരണം അസാധ്യ ശക്തിയുള്ള ആളാണ്. യുദ്ധത്തിൽ ഓരോ ദിവസവും 10,000 പാണ്ഡവന്മാരുടെ യോദ്ധാക്കളെയാണ് ഇദ്ദേഹം കൊന്നൊടുക്കുന്നത്. 9ാമത്തെ ദിവസമായപ്പോഴേക്കും പാണ്ഡവന്മാരുടെ സൈന്യം വളരെ ചുരുങ്ങി. ബാക്കിയുള്ള സൈന്യത്തിന് ഒരു ഭീതി വന്നു, പരാജയ ഭീതി. കാരണം ഭീഷ്മ പിതാമഹനെ നേരിടാൻ ആർക്കും സാധിക്കുന്നില്ല. അർജുനനും മറ്റ് പാണ്ഡവന്മാരും ഇദ്ദേഹത്തിനോട് ഒരു മൃദു സമീപനാണ്. പിതാമഹനല്ലേ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 9ാമത്തെ ദിവസം ഭീഷ്മ പിതാമഹൻ മുമ്പിലെത്തിയപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ചാട്ടിയും കയ്യിലെടുത്തിട്ട് ഈ അധർമ്മിയെ ഞാൻ ഇന്ന് തന്നെ വധിക്കും എന്ന് പറഞ്ഞിട്ട്, ഇവൻ എന്നാണ് വിളിക്കുന്നത് പിതാമഹനെ. ഇവനാണ് ഈ ഭാഗത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ അധർമ്മി. ഇന്ന് തന്നെ ഇവൻ്റെ അവസാനം ഞാൻ കാണും എന്ന് പറഞ്ഞിട്ട് രഥത്തിൽ നിന്ന് അദ്ദേഹം ചാടി ഇറങ്ങും. എന്നിട്ട് അവിടെ തകർന്നു പോയ ഒരു രഥത്തിൻ്റെ ചക്രം ഊരിയെടുത്തിട്ട് ഈ രഥത്തിൻ്റെ ചക്രം മതി ഈ അധർമ്മിയെ എനിക്ക് അവസാനിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് ഭീഷ്മ പിതാമഹൻ്റെ നേരെ അലറിയെടുക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ അർജുനൻ വേഗം രഥത്തിൽ നിന്ന് ചാടി ഇദ്ദേഹത്തിൻ്റെ കാല് കെട്ടിപ്പിടിച്ച് ഭഗവാനെ അരുത് എന്ന് പറയാണ്. അങ്ങ് ശപഥം ചെയ്തിട്ടുണ്ട് ഈ യുദ്ധത്തിൽ അങ്ങ് ആയുധമെടുക്കില്ല എന്ന്. അതുകൊണ്ട് യുദ്ധത്തിന് ശേഷം അങ്ങേക്ക് പല പഴികളും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, എല്ലാ ശപഥങ്ങളെയും തകർത്തെറിയേണ്ട സമയമായിരിക്കുന്നു അർജുന. എല്ലാ പാരമ്പര്യധർമ്മങ്ങളെയും തകർക്കേണ്ട അവസരമായിരിക്കുന്നു. അതാണ് ഇവിടെ ധർമ്മം. പാരമ്പര്യധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടൊരു അധർമ്മി നേരെ മുന്നിൽ നിൽക്കണു, ഭീഷ്മ പിതാമഹൻ. അപ്പം അദ്ദേഹത്തിനെ കൊല്ലേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ യുദ്ധം മുന്നോട്ട് പോവുള്ളൂ, ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് സകല പാരമ്പര്യധർമ്മങ്ങളെയും ഞാൻ പരിത്യജിക്കുകയാണ്. ഇപ്പോൾ പാരമ്പര്യധർമ്മത്തിനെ പിടിച്ചുകൊണ്ടാണ് ഭീഷ്മാചാര്യർ അവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചുള്ള ധർമ്മമാണ് ഈ കൗരവന്മാരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ധാരണ. അപ്പോൾ ഭഗവാൻ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഈ അർജുനൻ്റെ ആ മൃദു സമീപനം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു, സർവശക്തിയും വീണ്ടെടുത്തുകൊണ്ട് പിതാമഹനെ ഞാൻ ഇന്ന് തന്നെ വധിക്കും കൃഷ്ണ. അതുകൊണ്ട് അങ്ങ് അതൊന്ന് പിന്മാറണം. അങ്ങയുടെ മേലെ അങ്ങനെ ഒരു കളങ്കം ഏൽക്കാൻ പാടില്ല. അപ്പോഴാണ്
ഇപ്പം തന്നെ ഞാൻ വധിക്കുമെന്നുള്ള ശബ്ദത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നു. സാഹചര്യത്തിനനുസരിച്ച് എന്താണോ അവിടെ പ്രവർത്തിക്കേണ്ടത് അതാണ് ധർമ്മം എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാൻ പിന്മാറുന്ന ഒരവസരമുണ്ട്. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഒരു സംഘട്ടൻ. പിന്നീട് നമുക്കറിയാം അർജുനൻ്റെ അസ്ത്രം കൊണ്ട് ഭീഷ്മാചാര്യർക്ക് ശരശയ്യ തീർക്കണത്. അതിനു മുമ്പ് എന്താണ് യഥാർത്ഥ ധർമ്മത്തിൻ്റെ മുഖം എന്താണെന്ന് ഭീഷ്മരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. സാധാരണ ഒരാൾക്ക് ഭീഷ്മരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? അസാധ്യ ശക്തിമാനാണ്. അദ്ദേഹം പറയണതിന് എതിര് പറഞ്ഞാൽ അപ്പം തന്നെ അസ്ത്രം എടുക്കും, ആയുധം. ഈ അധർമ്മി എന്ന് വിളിച്ചപ്പോൾ തന്നെ ശ്രീകൃഷ്ണനെതിരെ അസ്ത്രം പ്രയോഗിക്കാൻ ശ്രമിക്കേണ്ടത് അദ്ദേഹം ഭഗവാന്റെ നേരെ. അപ്പം അതുകൊണ്ടാണ് ഈ അധർമ്മികൾ അസാധ്യ ശക്തിമാന്മാരാകുമ്പോൾ നേരിടുന്ന പ്രശ്നം ലോകത്തിന് അതിഭീകരമാണ്. അതുപോലെ മൗനം പാലിക്കുക നിർണായകമായ സന്ദർഭത്തിൽ, ഇതെല്ലാം അധർമ്മമാണ്. മറ്റൊരു ധർമ്മത്തിൻ്റെ സന്ദർഭം വരുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം പാണ്ഡവന്മാരും പാഞ്ചാലിയും കൂടി വനവാസകാലത്ത് കാട്ടിൽ കൂടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ധർമ്മപുത്രർക്ക് വല്ലാതെ ദാഹം തോന്നിയപ്പോൾ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. എന്നിട്ട് സഹദേവനോട് പറഞ്ഞു, അടുത്ത് വല്ല അരുവിയോ തടാകമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി അല്പം വെള്ളം കൊണ്ടുപോവാ, എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നു. സഹദേവൻ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയി. കുറേ കഴിഞ്ഞിട്ടും മടങ്ങി വരുന്നില്ല. അപ്പോൾ നകുലൻ അന്വേഷിച്ചു പോയി. നകുലനും മടങ്ങി വരുന്നില്ല. പിന്നീട് അർജുനൻ പോയി, ഭീമൻ പോയി, 4 പേരും മടങ്ങി വരുന്നില്ല. അപ്പോൾ ധർമ്മപുത്രർക്ക് മനസ്സിലായി എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. കാരണം ഇവരൊന്നും സാധാരണക്കാരിലല്ലോ. അപ്പോൾ അദ്ദേഹം പാഞ്ചാലിയോട് പറഞ്ഞു, ഞാൻ പോയി നോക്കാം, എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. പാഞ്ചാലി പറഞ്ഞു, ഞാനും വരാൻ കൂടായിരുന്നു. അപ്പോൾ ധർമ്മപുത്രർ പറഞ്ഞു, അല്ല, അവിടെ എൻ്റെ സഹോദരന്മാരെയൊക്കെ അപകടം പറ്റുകയെന്ന് പറഞ്ഞാൽ എന്തോ അദൃശ്യ ശക്തി അവിടെ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അവിടുത്തെ അപകടം എന്താണെന്ന് മനസ്സിലാക്കാതെ നീ അവിടേക്ക് വരുന്നത് ശരിയായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുന്തം, അതാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആയുധം, അത് പാഞ്ചാലിയെ ഏൽപ്പിച്ച് നീ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുകയും, അഥവാ ഞാൻ പോയിട്ട് മടങ്ങി വന്നില്ലെങ്കിൽ നീ സ്വയം രക്ഷിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് പോയിക്കൊള്ളും. ശ്രീകൃഷ്ണൻ തുടർന്നുള്ള ജീവിതത്തിൽ നിനക്ക് വഴികാട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മപുത്രർ പോയി തടാകത്തിൻ്റെ പക്കത്ത് എത്തിയപ്പോൾ അവിടെ ഈ 4 സഹോദരന്മാർ മരിച്ചു കിടക്കും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ ആരും കാണുന്നില്ല വേറെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ അവരെ വധിക്കുക എന്നത് ഒരു അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് ചെയ്ത ആൾ ഒരു അദൃശ്യ ശക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ സഹോദരന്മാർ ചെയ്ത അധർമ്മം എന്താണെന്ന് എന്നോട് പറയൂ, ഞാനതിന് പരിഹാരം ഉണ്ടാക്കാം, അതുകൊണ്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവുമെന്ന് പറയും. അപ്പോഴാണ് യക്ഷൻ പ്രത്യക്ഷനാവുന്നത്. എന്നിട്ട് ധർമ്മപുത്രരോട് പറയും, നിൻ്റെ സഹോദരന്മാർ എൻ്റെ അനുവാദമില്ലാതെ ഈ തടാകത്തിലെ വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. ഈ തടാകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. അപ്പോൾ ഞാൻ അവരെ വധിച്ചു. ഇതാണ് കാര്യം. ഞാൻ അവരെ ജീവിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ, നീ ധർമ്മരാജാവിൻ്റെ മകനാണല്ലോ, അതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയാം. അപ്പം ഞാൻ ഇവരെ ജീവിപ്പിക്കേണ്ട കാര്യം ആലോചിക്കാമെന്ന്. അങ്ങനെ യക്ഷനുമായിട്ടുള്ള സംവാദമുണ്ട് മഹാഭാരതത്തിൽ. കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം ഇതാണ്, എന്താണ് ധർമ്മം? ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ. എന്തായിരിക്കും ധർമ്മപുത്രർ പറഞ്ഞിട്ടുണ്ടാവുക? അപ്രമാദം എന്നാണ് അദ്ദേഹം ഒറ്റ വാക്കായിട്ട് പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ അപ്രമാദം. പ്രമാദം എന്ന് വെച്ചാൽ തെറ്റ് എന്നർത്ഥം. അപ്രമാദം എന്ന് പറഞ്ഞാൽ ശരിയും യാഥാർത്ഥ്യവും കൂടി
ചേരുന്ന വിവേകത്തിൻ്റെ പോയിൻ്റാണ്. അതായത് ശ്രദ്ധ, വിവേകം, അവെയർനെസ്, ബോധം, അവബോധം, എല്ലാ കാര്യങ്ങളും ബോധപൂർവം ചെയ്യുക. ഹാർട്ട്ഫുൾനെസ്സിൽ കോൺഷ്യസ് ലിവിങ് നമ്മൾ പറയും. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും ഉന്നതമായ ബോധം നമ്മുടെ ഉള്ളിൽ നിലനിർത്തുക, അതിനനുസരിച്ചുള്ള പ്രതികരണം, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ബോധത്തോടെ പ്രവർത്തിക്കുക, അതിനെയാണ് ധർമ്മം, അതിനെയാണ് അപ്രമാദം. അപ്പോൾ ശ്രദ്ധ, ധർമ്മം, ബോധം, ഇതൊക്കെയാണ് അപ്രമാദം എന്നുള്ള വാക്ക്, ധർമ്മത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ യക്ഷന് സന്തോഷമായി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൻ്റെ ഒരു സഹോദരനെ ജീവിപ്പിക്കാം, അതാരെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ധർമ്മപുത്രർ ആലോചിച്ചിട്ട് പറഞ്ഞു, നകുല സഹദേവന്മാരിൽ ആരെങ്കിലും ഒരാളെ ജീവിപ്പിക്കണം. അപ്പോൾ യക്ഷൻ പറയും, നീ എത്ര വിഡ്ഢിയാണ് യുധിഷ്ഠിര, കാരണം നീ രാജാവായാൽ ആരും നിന്നെ സംരക്ഷിക്കും? ഇതിൽ ഭീമനാണ് ഏറ്റവും ശക്തിമാൻ, അർജുനനാണ് വില്ലാളി വീരൻ. ഇവർ രണ്ടുപേരും ആരെങ്കിലും നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെയും രാജ്യവും അവർ സംരക്ഷിക്കും. നകുല സഹദേവന്മാർക്ക് അത്ര പ്രാപ്തിയില്ല, അത് നിനക്കറിയില്ലേ? അപ്പോഴാണ് അത് ധാർമ്മികമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 5 പേര് 2 മാതാക്കളുടെ മക്കളാണ്. കുന്തി മാതാവിൻ്റെ മക്കളാണ് ഞാനും അർജുനനും ഭീമനും. അപ്പോൾ കുന്തി മാതാവിൻ്റെ ഒരു മകൻ ഇരിപ്പുണ്ട് ഇപ്പോൾ ഞാൻ. ഇനി എൻ്റെ മറ്റേ മാതാവിന് 2 മക്കളിൽ അതിലൊരാളാണ് ജീവിക്കേണ്ടത്. കാരണം അപ്പോഴാണ് പരമ്പര മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പരമ്പരയെ നിലനിർത്തുക എന്നുള്ളത് ധർമ്മമാണ്. ആ ധർമ്മത്തിലാണ് ഭീഷ്മാചാര്യൻ കുടുങ്ങിയിരിക്കുന്നത്. പാരമ്പര്യമാണ് ധർമ്മം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോഴും അപ്പോൾ ധാർമ്മികമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജയപരാജയങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിവൈഭവോ അല്ല ധർമ്മത്തിൻ്റെ അടിസ്ഥാനം. ധാർമ്മികത എന്ന് പറയുന്നത് ഇതാണ് എന്നാണ്. അപ്പോൾ ബുദ്ധിയുള്ള ആളെ ആലോചിച്ചാൽ പറയുന്ന ഭീമനോ അല്ലെങ്കിൽ അർജുനനോ ജീവിക്കട്ടെ എന്നാണ്. അങ്ങനെയല്ല ധർമ്മപുത്രർ പറയുന്നത്. അപ്പോൾ യക്ഷന് സന്തോഷമായി, എല്ലാ സഹോദരന്മാരെയും ജീവിപ്പിച്ചു എന്നാണ് കഥ. അപ്പം അവിടെ ധർമ്മം എന്ന് പറയുന്നത് അപ്രമാദം എന്ന് വെച്ചാൽ ബോധം, അവബോധം, അവെയർനെസ്, ബോധപൂർവം ജീവിക്കുക എന്നാണ്. ഉന്നതമായ ബോധം നമ്മുടെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കുക എന്നാണ് ധർമ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാണ് ധർമ്മപുത്രർ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ധർമ്മം ഒന്നാണ്, യുവാവസ്ഥയിൽ നമ്മുടെ ധർമ്മം മറ്റൊന്നാണ്, ഇനി ഗൃഹസ്ഥാശ്രമമായി കഴിയുമ്പോഴോ വേറൊരു ധർമ്മം നമുക്ക്, വാർദ്ധക്യത്തിലെത്തുമ്പോൾ വീണ്ടും നമ്മുടെ ധർമ്മം മാറുന്നു. അപ്പോൾ ധർമ്മം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും, ഇല്ലേ? അപ്പോൾ എന്താണ് യഥാർത്ഥ ധർമ്മം? ഇപ്പോൾ നമ്മളൊരു മാവ് കുഴിച്ചിട്ടു, അത് വളർന്നു വന്ന് അതിനൊരു മാമ്പഴം ഉണ്ടാവണം, അതിൻ്റെ ധർമ്മം പാലിക്കണതിന്. അതിന് പകരം മാവിൽ ആപ്പിളാണ് ഉണ്ടാവുന്നതെങ്കിലോ, അപ്പോൾ അതിൻ്റെ ധർമ്മം പാലിക്കുന്നില്ല, അപ്പോൾ നമ്മൾ വെട്ടിക്കളയും. കാരണം ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പാണ് എന്നർത്ഥം. അപ്പോൾ ഓരോന്നും അതിൻ്റെ ധർമ്മം പാലിക്കണം. അപ്പോൾ യഥാർത്ഥ ധർമ്മം എന്താണ് എന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കും. അപ്പോഴാണ് ഇനി നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വന്നാൽ അതിലെന്താണ് പറയണത്? കാലോസ്മി ലോകക്ഷയകൃത് പ്രവർത്ത സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വച അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. പ്രസക്തമായിട്ട് ധർമ്മത്തെക്കുറിച്ച് പറയുന്ന 3 ശ്ലോകങ്ങളാണ്. അർജുന, ഞാൻ കാലമാകുന്നു, കാലോസ്മി. ഞാൻ നിമിഷനേരങ്ങൾ കൊണ്ട് പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കുന്നു, നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള എനിക്ക് നിൻ്റെ ഈ ചെറിയ ജീവിതകാലം
വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ അറിയാം. പക്ഷെ ആ സമയം നീ എനിക്ക് ശരണാഗതി പ്രാപിച്ചാലും, നിൻ്റെ സമയം നീ എൻ്റെ കാൽക്കൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ എനിക്ക് ശരണാഗതി ചെയ്താലെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാര്യം ഞാൻ നോക്കാം. അപ്പോൾ ശരണാഗതി ചെയ്യാനാണ് പറയുന്നത് അവിടെ. അപ്പോൾ സർവധർമ്മങ്ങൾ, ഇതുവരെയുള്ള എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിക്കാനാണ് പറയുന്നത് അവിടെ. അപ്പോൾ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു. നിനക്ക് അറിയുന്ന സർവധർമ്മങ്ങളും നീ പരിത്യജിക്കുക അർജുന. കാരണം ഭഗവത്ഗീതയുടെ ആദ്യത്തെ ഭാഗത്തിൽ പലതരത്തിലുള്ള ധർമ്മമാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പലതരത്തിലുള്ള യോഗമാർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീടാണ് ഏകദേശം അവസാനിക്കാറാകുമ്പോഴാണ് ഈ ശ്ലോകം എന്ത്, സർവധർമാൻ പരിത്യജ, എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ചുകൊണ്ട് നീ എനിക്ക് ശരണാഗതി പ്രാപിച്ചാലും അർജുന, നിന്നെ ഞാൻ മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകാം, സർവ്വപാപങ്ങളിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കാം. അപ്പോൾ ആ അർത്ഥത്തിൽ എങ്ങനെ നമ്മൾ ധർമ്മത്തിന് മനസ്സിലാക്കും? അവിടെ ധർമ്മം എന്ന് പറയുന്നത് എല്ലാ ധർമ്മങ്ങളും പരിത്യജിച്ച് ഒരേ ഒരു ധർമ്മ ശരണാഗതിയാണ്. ഇപ്പോൾ ഭഗവത്ഗീത നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ധർമ്മം എന്ന് പറഞ്ഞാൽ ശരണാഗതിയെന്ന്, സമർപ്പണം. അപ്പോൾ ശരണാഗതി എന്ന് പറയുന്നത് പരമമായ ധർമ്മം ആണ് എന്ന് വേണം നമ്മളതിന്ന് മനസ്സിലാക്കാൻ. പതഞ്ജലി മഹർഷി അതിനെ, ശരണാഗതിയെ ഈശ്വരപ്രണീതാൻ എന്നാണ്. ഇത്രയേ ഉള്ളൂ, ഈശ്വരപ്രണീതാൻ. പ്രണീതാൻ എന്ന് വെച്ചാൽ പരിപൂർണ ആശ്രിതത്വം അല്ലെങ്കിൽ സമർപ്പണം എന്നത്. ഈശ്വരനിൽ പരിപൂർണമായ ആശ്രിതത്വം എന്നാണ് ഈശ്വരപ്രണീതാൻ എന്ന് പതഞ്ജലി മഹർഷി പറയണം. ശരണാഗതി തന്നെ. അവിടെ ഈശ്വരൻ എന്നുള്ള വാക്കിന് അദ്ദേഹം ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയുടെ ബാധയില്ലാത്ത പുരുഷവിശേഷം. അപ്പോൾ കർമ്മ സംസ്കാരങ്ങൾ, കർമ്മഫലങ്ങൾ, ക്ലേശങ്ങൾ, ക്ലേശം എന്ന് വെച്ചാൽ അവിദ്യ, അസ്മിത, രാഗദ്വേഷ, അഭിനിവേശ, അഞ്ചെണ്ണം. അതൊക്കെ നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലേശങ്ങളില്ല, കർമ്മഫലങ്ങളില്ല, കർമ്മ സംസ്കാരങ്ങളില്ലാത്ത ഒരു പുരുഷവിശേഷത്തിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ പതഞ്ജലി മഹർഷി അവിടെ പറയുന്ന പുരുഷൻ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഗുരുവിനെയാണ്, അതൊരു മനുഷ്യനാണ് ഈ നിർവചനത്തിൽപ്പെടുന്ന ഈശ്വരൻ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഗുരുവിന് പ്രണീതാൻ എന്ന് പറഞ്ഞാൽ പരിപൂർണ ആശ്രിതത്വം, അതിനെയാണ് ഈശ്വര പ്രണീതാൻ അല്ലെങ്കിൽ ശരണാഗതി എന്ന് യോഗശാസ്ത്രങ്ങളും പ്രത്യേകിച്ച് പതഞ്ജലി മഹർഷി പറയും. അപ്പോൾ പരമമായ ധർമ്മം എന്ന് പറയുന്നത് ഗുരുവിലുള്ള പരിപൂർണ ആശ്രിതത്വമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുക. യോഗശാസ്ത്രവും ഭഗവത്ഗീതയും കൂടി നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ. പിന്നെ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ശരണാഗതി ചെയ്യാം? ഗുരുവിൽ പരിപൂർണ ആശ്രിതത്വം എങ്ങനെ വരും? നമ്മൾ ധ്യാനത്തിലാണ് തുടങ്ങുന്നത് അല്ലേ? ഗുരുവിൽ ആശ്രിതത്വം നമ്മൾ ആദ്യം വരുന്ന ആളോട് പറയുന്നില്ലല്ലോ. ധ്യാനത്തിൽ നമ്മൾ തുടങ്ങണം. ധ്യാനത്തിലൂടെ നമ്മൾ സമാധിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ശാന്തി അനുഭവപ്പെടണം. ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ശാന്തി അനുഭവപ്പെടും. അപ്പം അശാന്തി ഉണ്ടാവാൻ കാരണം എന്താണ്? അശാന്തിക്ക് കാരണം ഭയമാണ് എന്ന് ബാബുജി മഹാരാജ് പറയും. ആദ്യമായിട്ട് ഉണ്ടായ സംസ്കാരമാണ് ഭയം. നമ്മൾ ഉറവിടത്തുനിന്ന് സെപ്പറേറ്റ് ആയപ്പോൾ ഉണ്ടായതാണ് ഭയം. ആ ഭയമാണ് നമുക്ക് അശാന്തി ഉണ്ടാക്കുന്നത്, എല്ലാ തരത്തിലുള്ള ഉത്കണ്ഠകളും ഉണ്ടാക്കുന്നു. അപ്പോൾ ധ്യാനത്തിലൂടെ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഭയം പടിപടിയായിട്ട് നീക്കം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ശാന്തി അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ ശാന്തി അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് ഇതിന് കാരണം എന്ന് നമ്മൾ അന്വേഷിക്കും. സംപ്രേഷണമാണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ സംപ്രേഷണത്തിൻ്റെ ഉടമയാരാണ്? ഗുരു. അപ്പോൾ ഗുരുവിനോട് നന്ദി ബോധം. അദ്ദേഹത്തിൻ്റെ സംപ്രേഷണത്തിലൂടെ എൻ്റെ ഭയം നീക്കപ്പെട്ട് എനിക്ക് ശാന്തി അനുഭവിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് നന്ദി ബോധം. നന്ദി ബോധമാണ് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവം. അപ്പോൾ നന്ദി ബോധം അദ്ദേഹത്തിനോടുള്ള സ്നേഹമായിട്ട് മാറും. സ്നേഹമാണ് ഗുരുവിൻ്റെ നിരന്തര സ്മരണയിലേക്ക് നമ്മൾ നയിക്കുന്നത്. നിരന്തര സ്മരണയാണ് പിന്നീട് നമുക്ക് ഈശ്വരപ്രണീതാൻ അല്ലെങ്കിൽ ശരണാഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിലെ പരമമായ ധർമ്മം എന്ന് പറയുന്നത് നിരന്തര സ്മരണയാണ്. അതുകൊണ്ടാണ് ദാജി പറയും, എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നത് ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ റിഗ്രറ്റ് ചെയ്യണം, ദുഃഖിക്കണം. കാരണം അപ്പോഴാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവുക. കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ അധർമ്മങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ നിരന്തര സ്മരണയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ പരമമായ ധർമ്മം. നിരന്തര സ്മരണ എങ്ങനെ ഉണ്ടാവും? ധ്യാനത്തിൽ നിന്ന് തുടങ്ങണം. നമ്മൾ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടിയുള്ള ധ്യാനത്തിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ ശാന്തി അനുഭവപ്പെടുന്ന നന്ദിബോധം, നന്ദിബോധം സ്നേഹമായിട്ട് മാറുന്നു. സ്നേഹം സ്മരണയിലേക്ക് നയിക്കുന്നു. സ്മരണ പരമമായ ധർമ്മമായിട്ടുള്ള ഈശ്വര പ്രണീതാൻ അല്ലെങ്കിൽ ശരണാഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നു. എന്താണ് നിരന്തര സ്മരണ എന്ന് പറഞ്ഞാൽ? ഹാർട്ട്ഫുൾനെസ്സിൽ ഇപ്പോൾ താരതമ്യേന അത് വളരെ എളുപ്പമാണ് ധാർമ്മികത എന്ന് പറയുന്നത്. നിരന്തര സ്മരണയിൽ ഇരിക്കേ വേണ്ടോ? എന്താ നിരന്തര സ്മരണ പറഞ്ഞാൽ? നമ്മുടെ ഹൃദയത്തിനെ മാസ്റ്റർ ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യുക, അദ്ദേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നതെന്നുള്ള സങ്കല്പം. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുമ്പോൾ നിരന്തര സ്മരണയായി. എന്നിട്ടാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമ ജീവിതം നിരന്തര സ്മരണയിലാണ്. നമ്മൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന സാധാരണ ജോലിയാണെങ്കിലും നിരന്തര സ്മരണയിലാണ് ചെയ്യുന്നത്. ഇനി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണെങ്കിലോ അപ്പോഴും ആദ്യത്തെ സങ്കല്പം എന്താണ്? എൻ്റെ സ്ഥാനത്ത് എൻ്റെ മാസ്റ്റർ ഇരുന്നുകൊണ്ട് ധ്യാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രൂപവും സത്തയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ധ്യാനിക്കണമെന്നാണ് നമ്മൾ സങ്കല്പിക്കുമ്പോഴാണ് ധ്യാനം ഏറ്റവും മനോഹരമാവുന്നത്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലും നമ്മളെന്തെങ്കിലും ഉപജീവനമാർഗമായ ജോലി ചെയ്യുമ്പോഴും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ധ്യാനത്തിലായാലും നിരന്തര സ്മരണയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് മുദ്രകൾ ഉണ്ടാവുന്നില്ല എന്ന് ബാബുജി മഹാരാജ് പറയും. സംസ്കാരങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ നിരന്തര സ്മരണയാണ് പരമമായ ധർമ്മം ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം. നിരന്തര സ്മരണയിൽ ചെയ്യാൻ കഴിയാത്ത ഒരു കർമ്മങ്ങളും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല എന്ന് ബാബുജി മഹാരാജ് അസന്നിഗ്ധമായി പ്രസ്താവിക്കും. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് അഭ്യാസി ഈ രീതിയിൽ അത് മനസ്സിലാക്കുന്നത് അഭികാമ്യമായിരിക്കും തോന്നുന്നു. ഇനി ദാജിയുടെ ധർമ്മം എന്നുള്ള പുസ്തകം വരുമ്പോൾ നമുക്ക് വീണ്ടും വിപുലമായിട്ട് ചർച്ച ചെയ്യാം. താങ്ക് യു. നമസ്കാരം.